പ്രണയിച്ചാണ് വിവാഹം കഴിച്ചതെങ്കിലും ഷിബിലയെ യാസിർ നിരന്തരം ഉപദ്രവിച്ചിരുന്നു. പ്രണയശേഷം വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്നാണ് ഷിബില യാസിറിനെ വിവാഹം കഴിച്ചത്. കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഷിബില മറ്റൊരു യുവാവുമായിട്ട് വിവാഹം ഉറപ്പിച്ചിരുന്നു. ഈ വിവാഹത്തിനെ എതിർത്ത ശേഷമാണ് യാസിറിനൊപ്പം ഷിബില വീട് വിട്ടിറങ്ങിയത്. അരുതേ മോളെ എന്ന് പലവട്ടം ബാപ്പ പറഞ്ഞിരുന്നു. പക്ഷേ യാസിറിനൊപ്പം ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രജിസ്റ്റർ വിവാഹവും കഴിച്ചു. അതിനുശേഷം കുറേ നാളുകൾ കഴിഞ്ഞ് അവരുടെ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിച്ചു തുടങ്ങി. യാസിർ നിരന്തരം മദ്യപാനിയായിരുന്നു. മാരകമായി ഷിബിലിയെ മുറിവേൽപ്പിക്കുകയും അതുപോലെ തന്നെ ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ എതിർത്തുകൊണ്ട് ഷിബില കേസ് ഫയൽ ചെയ്തിരുന്നു. ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് ഷിബില വീട് വിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. തൻ്റെ ഡ്രസ്സെല്ലാം തിരികെ വേണമെന്ന് പറഞ്ഞ് ഷിബില യാസറിന് പറഞ്ഞിരുന്നു. അപ്പോൾ യാസർ ഷിബിലിയുടെ ഡ്രസ്സെല്ലാം കൂട്ടിയിട്ട് കത്തിച്ച ശേഷം വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നറിയിച്ചതോടുകൂടി യാസറിന് കലി കൂടി. അതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതിൻ്റെ വ്യക്തമായ കാരണം.